എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പറയുന്നത് ധനം കിട്ടിയാൽ പോലും വെറുതെ തന്നാൽ പോലും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് മേടിക്കാൻ പാടില്ലാത്ത കുറച്ച് വസ്തുക്കളെ കുറിച്ചിട്ടാണ് പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ബ്ലോക്കാണ്. ഷെയർ ഒക്കെ ചെയ്യുക. അതുപോലെ വടക്കുമ്പോൾ കരുന്നേലി അമ്മയുടെ സ്ഥലം മേടിക്കുന്നതിന് വേണ്ടി നമുക്കിത് നിങ്ങളെ കഴിയാവുന്ന സംഭാവനകളൊക്കെ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കുള്ള സ്ഥലം മേടിക്കാൻ ദുരിതം അനുഭവിക്കുന്നവർ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ, രോഗാതുരിതങ്ങളായിട്ട് മുട്ടുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഉത്തമമായിട്ടുള്ളൊരു ഇതാണ് വടക്കുമാത്ത് കരുന്നേലി അമ്മയുടെ സ്ഥലം മേടിക്കുന്നതിന് റെഡി മണ്ണ് എന്നുള്ള സംഘത്തിൽ നമുക്ക് 100 രൂപ മുതൽ 10 രൂപ 1 രൂപ നമ്മളെ കൊണ്ട് സാധിക്കുന്ന എത്ര രൂപയാണെങ്കിലും ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ പൊട്ടിയ കണ്ണാടിയല്ല പറയാം. ഒരു വീട്ടിൽ നമ്മൾ അവിടെ ഒരെണ്ണം മേടിച്ചു, അപ്പോൾ ഒരെണ്ണം വെറുതെ ഒഴിക്കണം. അപ്പോൾ അത് തരികയാണെങ്കിൽ നെഗറ്റീവ് ഏറ്റവും ഒരു ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് എനർജികളൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ് കണ്ണാടി എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് ഒരാൾ ഇപ്പോൾ പുതിയത് മേടിച്ചാൽ പഴയത് അവിടെ ഇരിക്കൊണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് മേടിക്കാതിരിക്കുക. ഒരു നെഗറ്റീവ് എനർജിയെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസമില്ലാത്തവരോ അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളവർക്കൊന്നും വലിയ പ്രശ്നമില്ല. എന്നാൽ ഇത് കൊണ്ടുവച്ചിട്ട് നന്നായിട്ട് പോകുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരും ശ്രദ്ധിക്കേണ്ടതില്ല, വിട്ടുകളയാം. ഇപ്പോൾ ദുരിതങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചാഞ്ഞിടക്കുന്ന മരത്തിൽ കയറാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ദുരിതമായിട്ട് ഇടുന്നവർക്ക് ദുരിതമായിട്ട് വരാനുള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ് പറയാം. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുക. ഒന്നെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് കൊണ്ട് കളയാം. പഴയ കണ്ണാടികളൊക്കെ വീട്ടിലേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാം. അടുത്ത വീടിൻ്റെ വാതിൽ നമ്മൾ നമുക്ക് സാമ്പത്തികമില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ട്, നമുക്ക് വില കുറഞ്ഞ രീതിയിൽ പഴയ വാതിലൊക്കെ കെട്ടുകയാണെങ്കിൽ ഏറ്റവും ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജികളൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് വാതിൽ. പഴയ വീടിൻ്റെ വാതിലൊക്കെ മേടിച്ചു കൊടുക്കുന്നത് ഏറ്റവും ദുരിതമാണ്. അപ്പോൾ അവരുടെ ദുരിതങ്ങളൊക്കെ നമുക്കും കിട്ടുകയാണ്. അപ്പോൾ അവർക്കുണ്ടായിരുന്ന ദുരിതങ്ങളൊക്കെ അപ്പോൾ അത് ഒന്ന് മാറ്റുക. അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതിരിക്കുക. മേടിച്ച് വെച്ചവർ ഇനിയിപ്പോൾ പൊളിച്ചു കളയാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പരമാവധി കട്ടിള മാറ്റിയില്ലെങ്കിൽ പോലും ആ വാതിലൊന്നും മാറ്റിയില്ലെങ്കിൽ പുതിയ വാതിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് പണപ്പെട്ടി, ഇപ്പോൾ പഴയ കാലങ്ങളിലൊക്കെയാണ് പണപ്പെട്ടി ഉണ്ടാവുള്ളൂ. ആ പണപ്പെട്ടിയൊക്കെ അപ്പോൾ അതിൻ്റെ അത് നെഗറ്റീവ് എനർജി ഉണ്ടാവും, അതും മേടിച്ച് വെക്കാതിരിക്കുക. അതുപോലെ പഴയ അലമാരകളൊക്കെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കണ്ണാടി, അതിനകത്തും കണ്ണാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവെക്കുന്നത് ഏറ്റവും ദുരിതം ഉണ്ടാകുന്നത് കാര്യം നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നതിൻ്റെ അവരുടെ ദോഷങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതിന് തുല്യമാണ്. പിന്നെ മൂനയുള്ള ക്രിസ്റ്റൽ സാധനങ്ങൾ, മൂനയായിട്ടിരിക്കുന്ന ത്രികോണമൊക്കെ പോലെ മുകളിലേക്ക് മൂനയായിട്ടിരിക്കുന്ന സാധനങ്ങളൊന്നും ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ വെറുതെയോ നമുക്ക് കാശ് കൊടുത്താലും മേടിക്കാതിരിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ പഴയ മുറല്ല നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു വീട്ടിൽ നിന്ന് ഒരു മുറം മേടിച്ച് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അതും ഒരു നെഗറ്റീവ് എനർജി കൊണ്ടുവരും. അവരുടെ ദുരിതങ്ങളൊക്കെ നമുക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയാം. നമ്മളുടെ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. അപ്പോൾ അത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചോർച്ചയുള്ള പാത്രങ്ങൾ നിലവിളക്കൊക്കെ കൊണ്ടുവരുന്നതും ഏറ്റവും നമുക്കവിടെ ഇതിവിടെ വെറുതെ ഇരിക്കില്ല. നമ്മൾ കൊണ്ടുപോയിട്ട് ചെടി നടാൻ അതിന് നമുക്കൊന്നും പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ട് വെക്കുന്നതും നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയാണ്. അതുപോലെ ബോൾസായി ചെടി, നമ്മൾ ഏറ്റവും വലിയ മരമാവുന്ന ഒരു ചെടിയാണ്. അതിനെ പ്രോൺ ചെയ്ത് കട്ട് ചെയ്തൊക്കെ നിർത്തുന്ന ബോൾസായി ചെടികൾ ചെറുതായിട്ട് ഏറ്റവും വലിയ മരമാണ്. അതിനെ വീട്ടിൽ കൊണ്ടുവരുന്ന നെഗറ്റീവ് എനർജി. അപ്പം നമ്മൾ അത് വിൽക്കുന്നവരൊക്കെ നമ്മളോട് എതിരാവും. എന്നാലും പറയുകയാണ് അതൊരു നെഗറ്റീവ് എനർജി തന്നെയാണ്. വീട്ടിൽ കൊണ്ടുവെക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഒരെണ്ണത്തിനെ പൂർവ്വസ്ഥിതിയിൽ നിന്നും മാറ്റി ചെറുതായി കൊണ്ടുവരുന്നതും ഏറ്റവും ദുരിതം വരുന്ന ഒരു നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഏറ്റവും നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജികളെ ആകർഷിക്കുകയുള്ളൂ, പോസിറ്റീവ് എനർജിനെ കൊണ്ടുവരില്ല. അപ്പോൾ പോസിറ്റീവ് എനർജി വന്നില്ലെങ്കിൽ നമുക്കെന്താണ് ദുരിതങ്ങൾ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ രോഗിയുടെ പഴയ സാധനങ്ങൾ, അപ്പോൾ രോഗിയായിട്ടുള്ളവരുടെ പഴയ സാധനം അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നല്ലാതെ വേറൊരു വീട്ടിൽ നിന്ന് നമ്മൾ രോഗിയായിട്ട് കിടന്നത് ചിലപ്പോൾ മരിച്ചു കിട്ടണോ, ചിലപ്പോൾ രോഗം ഭേദമായിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരൊന്നും കൊണ്ടൊന്നും ഉപയോഗിക്കാതിരിക്കും. കട്ടിൽ കിടക്കുന്ന സംഭവങ്ങൾ ഉപയോഗിക്കാതിരിക്കും. അതേ രോഗം തന്നെ ബാധിച്ചവരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഒരാൾക്ക് ഒരു അസുഖം വന്നു, ആ സെയിം അസുഖം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉപയോഗിക്കാം, അതിന് വിഷയമില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണ് ഉണ്ടായാൽ നമുക്കത് പിന്നീട് ഉപയോഗിക്കാം, പ്രശ്നമില്ല. നമ്മുടെ വീട്ടിലുണ്ടായ രോഗിയുടെ നമുക്ക് വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ നമ്മൾ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുവരുന്നൊരു സമ്പ്രദായമാണ് നമ്മൾ ഒരു ക്ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ പഴയ ക്ലോക്ക് ആർക്കെങ്കിലും കൊടുക്കുന്ന ഒരു സമ്പ്രദായം. അല്ലെങ്കിൽ അതിനൊരു ക്രൈസ് പോലെ തോന്നിയിട്ട് ചിലവർ അതിനെ മേടിച്ച് കാണാൻ നല്ല ഭംഗിയായിട്ട് കടകളിൽ നിന്നൊക്കെ അത് മേടിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ കൊണ്ട് വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നൊരു കാര്യമാണ്. ഇതെന്നാണ് സമയം നോക്കുന്ന യന്ത്രം അല്ലെങ്കിൽ ഘടികാരം. അതൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം നിലച്ചു, അതിൻ്റെ സമയം നിലച്ചു, ബാറ്ററി നിന്ന് അതിൻ്റെ നിലച്ചു പോയി, ആ സാധനം നശിച്ചു പോയി. നശിച്ച സാധനങ്ങളൊന്നും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് അതിൻ്റെ സമയത്തെ ബേസ്ഡായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു പോകാം. ഇപ്പം ഒരിക്കലും ഒരു സമയം ഇപ്പോൾ നമ്മൾ കടന്നു പോകണം. ഇപ്പോൾ സമയം ഇപ്പോൾ സമയം 9 മണി 10 മണിയായെന്ന് വിചാരിക്കാം. ആ സമയം 11 12 അത് അവിടെ വെച്ച് 10 മണിയായപ്പോൾ സ്റ്റോപ്പായി കേടായിപ്പോയി. ആ സാധനം പിന്നെയാണെങ്കിലും നമ്മളത്
പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണില്ല. അപ്പം റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും നമ്മൾ പഴയ സാധനങ്ങൾ കൊണ്ടുവന്ന് ഉപയോഗിക്കാതിരിക്കണതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് കേടായത് നമുക്ക് വീണ്ടും ബാറ്ററിയിട്ട് ഉപയോഗിക്കുകയും നന്നാക്കി ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഉപയോഗിക്കാതിരിക്കുക. അതൊക്കെ നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ യുക്തിപരമായിട്ട് ചിന്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കേൾക്കാത്തവർ പോവുക എന്നുള്ളതും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേൾക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് നിങ്ങളൊരു ഗുരുവായിട്ട് മാറുക. നിങ്ങൾ അവരുടെ ജീവിതത്തെ ഒന്ന് കൈപിടിച്ച് കയറ്റുക. അവർ നശിച്ച് ഒന്ന് ദുരിതപ്പെട്ട് കിടക്കുന്നവരാണെങ്കിൽ ദുരിതപ്പെട്ട് കിടക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ വീട്ടിലുണ്ടാവും. അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ വന്ന് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ട്. നമ്മളാൽ കഴിയുന്നത് നമുക്ക് ചെയ്യാം. നമ്മൾ കാരണം ഒരു ഉപദ്രവിക്കാതെ അവരെ രക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തെത്തിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വടക്കുംപാത് കരുന്നിലെ അമ്മയ്ക്ക് ഒരടി മണ്ണ് സമർപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീടില്ലാത്തവർ, വാടക കിടക്കുന്നവരായിട്ടുള്ളവർ, രോഗത്താൽ വരയുന്നവർ, കല്യാണം നടക്കാത്തവർ, ഇതിനെന്താണോ അതിന് ഈ ഒരു രൂപയെങ്കിലും ഇട്ട് ഭഗവതിയുടെ നിങ്ങളൊന്ന് പരീക്ഷിക്കുമോ. നിങ്ങൾ ഭഗവതിക്ക് 1 രൂപ ഇട്ട് കൊടുത്ത് നോക്കുമോ, മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്തേ.